പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വാഴ്ത്തുന്നു. പ്രധാനമായി ഇന്ന് സഹോദരിമാരായ എല്ലാ സ്ത്രീകൾക്കും, ചെറുപ്പക്കാരി പെൺകുട്ടികൾക്കും, മുതിർന്നവർ ഇവർക്കൊക്കെ ഞാൻ പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ഇന്ന് ലോക വനിതാ ദിനം ആണ്. സ്ത്രീകൾക്കായുള്ള ഒരു പ്രധാന ദിവസമായി ഈ ദിനത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്ത്രീകൾ സമൂഹത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. അതായത് നിങ്ങൾ പുരുഷന്മാർ ഉയർന്നവർ, സ്ത്രീകൾ താഴ്ന്നവർ എന്നൊന്നും ഇല്ല. ദൈവത്തിന്റെ സൃഷ്ടിയിൽ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഇല്ല, എല്ലാവരും തുല്യരാണ് എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അതിനാൽ സ്ത്രീകൾ പ്രാധാന്യമുള്ളവരായി കരുതപ്പെടുന്നു. സ്ത്രീകൾ ഈ സമൂഹത്തിനൊരു വലിയ അനുഗ്രഹമാണ്. പുരുഷന്മാർക്ക് തക്ക തുണ സ്ത്രീകളാണ്. ദൈവം ആദാമിനെ സൃഷ്ടിച്ച് അവന് തക്കയൊരു തുണ വേണം എന്ന് ഹവ്വയെ സൃഷ്ടിച്ചു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ എല്ലാ പുരുഷന്മാരും മനസ്സിലാക്കണം, എനിക്ക് തക്ക തുണ എന്റെ ജീവിതത്തിൽ എന്നെ സഹായിക്കാൻ, എന്നെ പരിപാലിക്കാൻ, എന്റെ കാര്യങ്ങൾ നോക്കാൻ, എന്നെ പരിപാലിക്കാൻ, എനിക്ക് തക്ക തുണയായി സഹായിക്കാൻ, എനിക്ക് തുല്യമായിരുന്ന് എന്നെ നടത്താൻ എനിക്കൊരു തുണയായി ഭാര്യയെ തന്നിരിക്കുന്നു എന്ന് വിചാരിക്കണം. ഈ വിഷയം മറന്നുപോകാതെ അവരെ ബഹുമാനിക്കണം എന്ന് വേദപുസ്തകം പറയുന്നു. പക്ഷേ ഇവിടെ ഒരു വചനം പറയുന്നു, സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സദൃശവാക്യം 31:10 യഹോവ പറയുന്നു, സാമർത്ഥ്യമുള്ള സ്ത്രീയെ, സാമർത്ഥ്യമുള്ള ഭാര്യയെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നാൽ, അവളുടെ വില മുത്തുകളേക്കാൾ കൂടുതൽ. മുത്തില്ലേ, മുത്ത്, ചിപ്പിക്കുള്ളിൽ കിടക്കുന്ന മുത്ത് കണ്ടുപിടിച്ചെടുക്കുന്നു. വളരെ വിലമതിപ്പുള്ള മുത്തുകളുമുണ്ട്. സാമർത്ഥ്യമുള്ള ഒരു സ്ത്രീ അതിനേക്കാൾ വിലമതിപ്പുള്ളവളാണ്. അവൾ അത്രയ്ക്ക് പ്രധാനപ്പെട്ടവളാണെന്ന് വേദപുസ്തകം പറയുന്നു. നിങ്ങൾ സാമർത്ഥ്യമുള്ള സ്ത്രീകളായിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനം. സാമർത്ഥ്യമാണ് ഏറ്റവും പ്രധാനം. ലോകത്തിലുള്ളവർ പറയും പഠിപ്പാണ് ഏറ്റവും പ്രധാനം, അഴകാണ് പ്രധാനം, ഇതാണ് പ്രധാനം, അതാണ് പ്രധാനം, അതില്ലെങ്കിൽ ഒന്നുമില്ല എന്നൊക്കെ പറയും. ദൈവം പറയുന്നു, എന്റെ മകളെ, സ്വഭാവം, നിനക്കുള്ള നല്ല സ്വഭാവം, നല്ല ഗുണം, അതാണ് പ്രധാനമെന്ന്. അതുകൊണ്ടേ ദൈവത്തിന് നിന്നെ അനുഗ്രഹിച്ചുയർത്താനാവൂ എന്ന് ദൈവം പറയുന്നു. ഒരു കാര്യം ചിന്തിച്ചു നോക്കൂ. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രവചനം ഉണ്ടായിരുന്നു. ഒരു കന്യകയുടെ വയറ്റിലാണ് യേശു ജനിക്കുക എന്ന് ആരംഭത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാൽ ഇസ്രായേലിലുള്ള പെൺകുട്ടികൾ, യുവതികളെല്ലാവരും യേശു നമ്മളിലൂടെയാണ് ജനിക്കുക എന്ന് കാത്തിരുന്നു. പക്ഷേ യേശുവിന്റെ മാതാവായ മറിയ, കന്യകയായ മറിയ, അവരെ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ട് അവരിലൂടെ ഒരു ശിശുവായി ഈ ലോകത്തിലേക്ക് അവതരിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ കാലത്ത് മറിയ ഒരു വായാടിയായിരുന്നു എങ്കിൽ ദൈവം അവളെ തെരഞ്ഞെടുക്കുമായിരുന്നോ? അവളെപ്പോഴും മുഖം വീർപ്പിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടേയിരുന്നാൽ അവളെ തെരഞ്ഞെടുത്തിട്ടുണ്ടാകുമോ? എപ്പോഴും മറ്റുള്ളവരെപ്പറ്റി കുറ്റം പറയുന്നവളായിരുന്നു എങ്കിൽ തെരഞ്ഞെടുക്കുമായിരുന്നോ? പോകുന്നിടത്തെല്ലാം വഴക്ക്, വെള്ളമെടുക്കാൻ പോയാൽ വഴക്ക്, പുറത്തിറങ്ങിയാൽ വഴക്ക് എന്നിങ്ങനെയുള്ള ഒരു സ്ത്രീയെ തെരഞ്ഞെടുക്കുമായിരുന്നോ? ചിന്തിച്ചു നോക്കൂ. അപ്പോൾ എപ്പോഴും വഴക്കിടുന്ന, മുറുമുറുക്കുന്ന, മറ്റുള്ളവരെ നോവിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ തിരഞ്ഞെടുക്കുമായിരുന്നോ? ഇല്ല, അല്ലേ? അപ്പോൾ ശാന്തഗുണമുള്ള ഒരു പെണ്ണിനെ, ആ നാട്ടിൽ പോയി ഈ സ്ഥലത്ത് നല്ല സ്വഭാവമുള്ള ഒരു പെണ്ണ് ആരാണെന്ന് ചോദിച്ചാൽ അത് മറിയയാണ്. വളരെ ശാന്തതയുള്ള പെണ്ണ്, ശാന്തമായി സംസാരിക്കും, എപ്പോഴും ചിരിച്ച മുഖത്തോടെയിരിക്കും, ആരെയും നോവിക്കുകയുമില്ല. രക്ഷിതാക്കൾക്ക് കീഴടങ്ങി നടക്കുന്ന ഒരു നല്ല കുട്ടിയാണവൾ. എല്ലാവരെയും സഹായിക്കുന്ന ഒരു സ്വഭാവമുള്ള പെണ്ണാണ് എന്നെല്ലാം അവളുടെ സൽസ്വഭാവത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെയുള്ളൊരു പെണ്ണിനെയല്ലേ ദൈവം തെരഞ്ഞെടുത്തിട്ടുണ്ടാവുക? അപ്പോൾ നിങ്ങളെക്കുറിച്ച് ദൈവം സാക്ഷി പറയണം, അല്ലേ? എന്റെ മകൾ സൽസ്വഭാവമുള്ളവളാണ്, എന്റെ മകൾക്ക് നല്ല ഗുണങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ മകളുടെ കൂടെ ഇരിക്കുമെന്ന് പറയണമല്ലേ? വഴക്കിടുന്നു, പിറുപിറുക്കുന്നു, എപ്പോഴും മറ്റുള്ളവരെപ്പറ്റി സംസാരിക്കുന്നു, സ്വാർത്ഥതയോടെ ഇരിക്കുന്നു എന്നിങ്ങനെയുള്ളവളാണെങ്കിൽ ദൈവത്തിന് എങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കാനാവുക? അപ്പോൾ സൽഗുണം ഉള്ളവളായിരിക്കണം. ദൈവമേ, സൽഗുണമുള്ള ഒരു പെണ്ണായിരിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. എന്നെ അനുഗ്രഹിക്കണമേ യേശുവേ. ഞാൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ളവളായിരിക്കണം. അതിനാണ് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്, എന്നെ സ്പെഷ്യലായി സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ ഇരിക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. എന്റെ കുടുംബത്തിന്, എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ ഭർത്താവിന്, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക്, ഞാൻ ജീവിക്കുന്ന സമുദായത്തിന് നല്ല
ഒരു സാക്ഷിയായിരുന്ന് മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. അതിനെന്നെ സമർപ്പിക്കുന്നു യേശുവേ എന്ന് പറയുമോ? ഇപ്പോൾ യേശു അങ്ങനെയുള്ള സ്വഭാവം നിങ്ങൾക്ക് തന്ന് ആശീർവദിക്കുന്നു. പിതാവേ, ഈ മകളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, അവളെ സൽസ്വഭാവമുള്ളവളാക്കണം. ദൈവമേ, നല്ല സ്വഭാവം എൻ്റെ ഉള്ളിൽ കാണപ്പെടണം. നല്ല സാക്ഷിയായി ഞാൻ ജീവിതം നയിക്കണം. എന്റെ കുടുംബത്തിന് ഞാൻ അനുഗ്രഹമായിരിക്കണം. എന്നെ അങ്ങ് പ്രത്യേകമായി സൃഷ്ടിച്ചിരിക്കുന്നു. അതിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എന്റെ ഉള്ളിലുള്ള തെറ്റായ ദേഷ്യം, ഈർഷ്യ, വഴക്ക്, അതുപോലെ സ്വാർത്ഥത എന്നീ സ്വഭാവങ്ങളെല്ലാം മാറ്റി ശാന്തതയും സമാധാനവും നല്ല ഗുണങ്ങളും എനിക്ക് തന്ന് ആശീർവദിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സഹോദരികൾക്കും, ചെറിയ കുട്ടികൾക്കും, വയസ്സായവർക്കും, സ്ത്രീകൾക്കും വേണ്ടി ഞാൻ ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അവരെ ആശീർവദിച്ച് സുഖവും ബലവും കൊടുക്കണേ. നല്ല സ്വഭാവങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ദൈവത്തിന്റെ സുരക്ഷാകരങ്ങൾ കൂടെയിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ